പരിശുദ്ധ റമദാനിൽ നമ്മൾ പ്രവേശിച്ചു. റമദാനിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. റമദാനിലൂടെ നമ്മൾ നേടേണ്ടത് എന്താണ്? പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, അവന് വിജയിച്ചവനാണ്, കച്ചവടത്തിൽ അവൻ വിജയിച്ചു, വിദ്യാഭ്യാസ രംഗത്ത് അവർ വിജയം കൊയ്തു. ഭൗതികമായ നേട്ടങ്ങൾ നോക്കിയിട്ടാണ് വിജയങ്ങൾ നമ്മൾ നിർണയിക്കാറുള്ളത്. പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ഫമൻ സുഹ്സിഅ അനിൻ നാരി വ ഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തുന്നവൻ, സ്വർഗത്തിൽ പ്രവേശിക്കുന്നവൻ, അവനാണ് വിജയിച്ചിട്ടുള്ളത്. ഈ റമദാനിലൂടെ നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് നരകമോചനമാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അള്ളാഹുവിൻ്റെ സ്വർഗം നേടാൻ കഴിയണം. അതിനാണ് പരിശുദ്ധ റമദാൻ. നരകം ചെറിയ വിഷയമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ പഠിപ്പിച്ചു, നാറുക്കും ഹാദിഹില്ലതി യൂഖിദു ഇബ്നു ആദം ജുസ്ഉൻ മിൻ 70 ജുസ്അൻ മിൻ ഹർരി ജഹന്നം. ദുനിയാവിന്റെ തീ എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ 70-ൽ ഒരംശമാണ്. ജുമുഅ കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയാൽ കാറിൽ കയറുന്നതിന് മുമ്പ് ഒരല്പസമയം നമ്മൾ പുറത്തു നിൽക്കും. നല്ല ചൂടാണ്. ആ പതഞ്ഞ ചൂടുള്ള സീറ്റിലൊന്നിരിക്കാൻ നമുക്ക് പ്രയാസമാണ്. അത് തീ പോലുമല്ല. അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലേക്ക് വീഴുന്ന, സഹോദരിമാരുടെ കയ്യിലേക്ക് വീഴുന്ന ഒരു തീപ്പൊരി, ഒരു എണ്ണ, അത് കയ്യിലൊന്ന് തട്ടുമ്പോഴേക്കും വേദനയാണ്, നോവാണ് നമുക്ക്. ഭൗതികമായ ഒരു തീ പോലും, ഒരു ചൂട് പോലും വളരെ പ്രയാസത്തോടുകൂടെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. എങ്കിൽ ദുനിയാവിന്റെ തീ, അതിന്റെ 70 മടങ്ങാണ് നരകമെന്ന് റസൂലുള്ളാഹി. സ്വഹാബത്ത് ചോദിക്കുകയാണ്, വല്ലാ ഇൻ കാനത് ലകാഫിയ യാ റസൂലല്ലാഹ്, ആ ദുനിയാവിന്റെ തീ തന്നെ അത് മതിയാകുന്നതാണല്ലോ. ദുനിയാവിലെ തീ പോലും ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. ശിക്ഷയായി ആ തീ തന്നെ, ആ കാഠിന്യം തന്നെ മതിയാകുന്നതാണല്ലോ. ആ നരകത്തിൽ നിന്നാണ് നമുക്ക് മോചനം നേടേണ്ടത്. സ്വഹാബത്ത് പറയുന്നു, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇരിക്കുകയാണ്. ഇത് സമിഅ വജ്ബ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തദ്റൂന മാ ഹാദ. ആ ഇരിക്കുന്ന സമയത്തൊരു ശബ്ദം ഞങ്ങൾ കേട്ടു. സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യം, എന്താണ് ആ ശബ്ദമെന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങൾ കേട്ട ആ ശബ്ദം എന്താണ്? സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹുവും റസൂലുമാണ് അറിയുന്നത്. പ്രവാചകൻ പറഞ്ഞു, ഹാദാ ഹജറുൻ റുമിയ ബിഹി ഫിന്നാർ മുൻദു 70 ഖരീഫ. നരകത്തിന്റെ മുകളിൽ നിന്ന് താഴേക്കെറിഞ്ഞ, 70 വർഷങ്ങൾക്ക് മുമ്പ് നരകത്തിന്റെ മുകളിൽ നിന്ന് താഴേക്കെറിഞ്ഞൊരു കല്ല്, ആ കല്ല് നരകത്തിന്റെ താഴെ തട്ടിലെത്തിയതിന്റെ ശബ്ദമാണ് നിങ്ങൾ കേട്ടത്. ഇപ്പൊ എത്ര വലിപ്പമുണ്ട് നരകം, എത്ര ഭീകരമാണ് നരകം. ആ നരകത്തിൽ നിന്നാണ് ഈ റമദാനിൽ നമുക്ക് കാവലിനെ ചോദിക്കാനുള്ളത്. ആ നരകമോചനത്തിനുള്ള ഏറ്റവും വലിയ അവസരമാണ് നമ്മുടെ മുമ്പിലുള്ള റമദാൻ, നമ്മുടെ നോമ്പ്. സഹോദരന്മാരെ, റമദാൻ കഴിയുന്നതിന് മുമ്പ് നരകത്തിൽ നിന്നും വിദൂരം നമ്മൾ എത്തണം. റമദാൻ കഴിയുന്നതിന് മുമ്പ് നരകത്തിന്റെ അകലങ്ങളിലേക്ക് മാറിപ്പോകാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ പരിശുദ്ധ റമദാനിലെ നോമ്പിനെ നോക്കിക്കാണാൻ നമുക്ക് കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ്,
ഒരു ദിവസത്തെ നോമ്പ്, ഒരു ദിവസത്തെ നോമ്പ്. ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫ, 70 വർഷം നരകത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയും ഒറ്റ നോമ്പ് കൊണ്ട്. 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് അകലാൻ ഒരു നോമ്പ് കൊണ്ട് നമുക്ക് കഴിയും. റമദാനിലെ 30 നോമ്പുകൾ ആത്മാർത്ഥമായി നമ്മൾ നോറ്റാൽ, നിഷ്കളങ്കമാണ് ആ നോമ്പുകളെങ്കിൽ, നരകത്തിൽ നിന്ന് എത്ര വിദൂരത്തേക്ക് നമുക്ക് അകലാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ആ ആഗ്രഹത്തോടുകൂടെ നോമ്പിനെ കാണണം, നരകമോചനം ചോദിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് ജഅലല്ലാഹു ബൈനഹു വബൈനൻ നാരി ഖന്ദകൻ കമാ ബൈനസ് സമാവാതി വൽ അർദ്. ഒരു ദിവസം നോമ്പ് നോറ്റാൽ നരകത്തിന്റെയും അവന്റെയും ഇടയിൽ, ആകാശഭൂമികൾക്കിടയിലുള്ള അത്രയും വലിപ്പത്തിലുള്ള ഒരു ഖന്ദക്, ഒരു കിടങ്ങ് അള്ളാഹു നൽകുമെന്നാണ്. സഹോദരന്മാരെ, ഈ റമദാൻ കഴിയുന്നതിന് മുമ്പ് നമ്മുടെ നോമ്പിലൂടെ നരകത്തിനിടയിൽ, നമുക്കും നരകത്തിനുമിടയിൽ ആകാശഭൂമികളെക്കാൾ അകലമുണ്ടാകണം. നരകത്തിൽ നിന്ന് അകലെ അകലെ വിദൂരത്തേക്ക് മാറിപ്പോകാൻ ഈ റമദാനിലൂടെ നമുക്ക് സാധിക്കണം. അതിനെന്തു വേണം? നരകം ലഭിക്കുന്ന തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകണം. നരകമുണ്ട് എന്ന് പറഞ്ഞ തിന്മകളുമായി നമുക്ക് ബന്ധമുണ്ടാകരുത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വിശ്വാസമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായി, തൗഹീദിന് വിരുദ്ധമായി ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അല്ലാഹുവല്ലാത്ത ഏതെങ്കിലും മഹാന്മാരോ ഏതെങ്കിലും ജാരങ്ങളോ ഏതെങ്കിലും വസ്തുക്കളോ നമ്മുടെ ജീവിതത്തിൽ അതുമായി നമുക്ക് ബന്ധമുണ്ടാകരുത്. റബ്ബ് വിരോധിച്ച, അല്ലാഹു പാടില്ല എന്ന് പറഞ്ഞ ലഹരിയുമായി നമുക്ക് ബന്ധമുണ്ടാകരുത്. നോമ്പ് നോറ്റ് നോമ്പ് തുറക്കുന്നത് കഴിഞ്ഞ് ഉടനെ സിഗരറ്റും പൊതിയുടെ അരികിലേക്ക് ഓടിയാൽ, ലഹരിപ്പൊതിയുടെ അരികിലേക്ക് ഓടിയാൽ ആ നോമ്പിന് എന്തർത്ഥമാണുള്ളത്? നമ്മൾ ത്യജിച്ച വിശപ്പിനും ഭക്ഷണത്തിനും വെള്ളത്തിനും എന്തർത്ഥമാണുള്ളത്? നോമ്പ് തുറന്ന് നേരെ സിഗരറ്റ് വലിക്കാൻ പോകുന്നവർ, പരിശുദ്ധ റമദാനിന്റെ പകലിൽ പോലും സിനിമകൾ കാണുന്ന, സംഗീതങ്ങൾ ആസ്വദിക്കുന്ന, ഹറാമുകൾ കാണുന്നവർ, നാവിനെ നിയന്ത്രിക്കാൻ കഴിയാത്തവർ, എങ്ങനെയാണ് നമുക്ക് നരകമോചനം ലഭിക്കുക? ഹറാമുകളിൽ ഇപ്പോഴും മുങ്ങിക്കുളിച്ചു നിൽക്കുന്നവർ, സാമ്പത്തിക രംഗത്ത് സൂക്ഷ്മത പാലിക്കാത്തവർ, പലിശയുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നവർ, പ്രിയമുള്ളവരെ, എങ്ങനെയാണ് നരകമോചനം നമുക്ക് ലഭിക്കുക? ഹറാമുകളിൽ നിന്നു മാറി ഹറാമുകളുമായി ബന്ധമില്ലാത്ത ഒരു റമദാനാക്കിയെടുക്കാൻ, അത് റമദാൻ മാത്രമല്ല, ഈ റമദാനോടുകൂടെ എന്റെ റബ്ബിന് വെറുപ്പുള്ളതെല്ലാം എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റുന്നു എന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കണം. പേടി വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. ഒരു കന്നുകാലിയെ അറുത്താൽ, ഒരു ആടിനെ അറുത്താൽ, അത് കണ്ടു നിൽക്കുന്ന മറ്റാടുകൾക്ക് കുറച്ചു നേരത്തിനൊരു പേടി ഉണ്ടാകും. അതിന്റെ മുഖഭാവം മാറും, അതിന്റെ ശബ്ദം ഇടറും. ഉളുഹിയ്യത്തിന്റെ അറവിന്റെ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു മാടിനെ അറുത്താൽ മറ്റുള്ളത് ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കും. മരണത്തെ പേടിയാണ്. ഇന്ന് മരണവീട്ടിൽ തമാശ പറയുന്ന, കൂടെയുണ്ടായിരുന്ന ഒരു മനുഷ്യനെ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോഴും തമാശകൾ പറയുന്ന, ഭൗതികമായ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. പേടി കുറയുന്നു. പേടിക്കണം കൂട്ടരെ. ആഖിറം പേടിക്കണം, മരണം പേടിക്കണം, ബർസഖ് പേടിക്കണം, നരകം പേടിക്കണം. പേടിക്കാനുള്ളത് കൊണ്ടാണ് റബ്ബ് നമ്മളോട് ഗൗരവത്തിൽ പറഞ്ഞത്. ആ പേടി ഈ റമദാനിൽ ഉണ്ടാക്കിയെടുക്കണം നമ്മൾ. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു യാത്രയിലാണ്. ഒരു മനുഷ്യൻ സൂറത്തു തൂർ ഇങ്ങനെ പാരായണം ചെയ്യുന്നുണ്ട്. പാരായണം ചെയ്ത് 7ാമത്തെ ആയത്തെത്തിയപ്പോൾ, ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, അല്ലാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ആയത്ത് കേട്ടപ്പോ, നമ്മൾ പറയുന്ന കരുത്തനായ ഉമറുണ്ടല്ലോ, നമ്മൾ പറയുന്ന ശക്തനായ ഉമറുണ്ടല്ലോ, ഉമർ റളിയല്ലാഹു തആല വിറക്കാൻ തുടങ്ങി.
അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് കേട്ടപ്പോ ശക്തനായ ഉമർ വിറക്കാൻ തുടങ്ങി. ഫബക, പൊട്ടിക്കരയാൻ തുടങ്ങി, കണ്ണ് നനഞ്ഞു. ചരിത്രത്തിൽ കാണാം ഉമർ രോഗിയായി. ഒരു ആയത്ത് ഉമർ ഇബ്നുൽ ഖത്താബിനെ രോഗിയാക്കി. ഒരു ആയത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് നനച്ച് ഒരു രോഗിയെപ്പോലെ തന്റെ വീട്ടിലേക്ക് തിരിച്ചു മടങ്ങി. വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമുക്കുമുണ്ട് ഹിസാബ്, നമുക്കുമുണ്ട് വിചാരണ. റബ്ബ് നൽകിയ ഓരോ അനുഗ്രഹത്തിനും മറുപടി പറയേണ്ട ഒരു ഹിസാബ് നമുക്കുമുണ്ട്. മഹാനായ അബൂദർദ റളിയല്ലാഹു തആല പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്ന അശദ്ദ മാ അഖാഫു അലാ നഫ്സി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഏറ്റവും അധികം എന്റെ പേടി എന്താണെന്നറിയോ? സ്വഹാബിയാണ് പറയുന്നത്. ഖിയാമത്ത് നാളിലെ എന്റെ പേടി അയ്യുഖാൽ, എന്നോട് ചോദിക്കപ്പെടുകയാണ്, യാ അബൂദർദാ, ഓ അബൂദർദാ, ഖദ് അലിംത ഫകൈഫ അമിൽത ഫീമാ അലിംത. ദീനിൽ കുറെ കാര്യങ്ങൾ നീ അറിഞ്ഞല്ലോ, മതത്തിൽ അള്ളാഹുവിന്റെ ദീനിൽ പലതും നീ പഠിച്ചല്ലോ. ആ പഠിച്ചതിൽ എന്ത് അമല് നിനക്കുണ്ട് അബൂദർദാ? പഠിച്ചതുകൊണ്ട് നീ എന്ത് അമല് ചെയ്തു? അത് ഖിയാമത്ത് നാളിൽ എന്നോട് ചോദിക്കുന്നതാണ് അബൂദർദാഇന്റെ പേടി. നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, ഇനി ആരാണ് അബൂദർദ? ഒരു 30 കൊല്ലം റസൂലുള്ളാഹിയുടെ കൂടെ ജീവിച്ചോ? ഇല്ലല്ലോ. ഒരു കുറഞ്ഞ കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ. എന്നിട്ട് തിരിച്ചു പോവാൻ തന്റെ നാട്ടിലേക്ക് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. സഹോദരന്മാരെ, ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശക്തമായി നിന്ന അബൂദർദ റളിയല്ലാഹു തആല അൻഹുവിന് ആ പേടിയുണ്ടെങ്കിൽ, ചെറിയ പ്രായം മുതൽ തൗഹീദിന് വേണ്ടി ബിലാൽ ഇബ്നു റവാഹിന്റെ ചരിത്രം കേൾക്കുന്ന, ചരിത്രം പഠിച്ച നമ്മളോട് ചോദ്യമില്ലേ തൗഹീദിന് വേണ്ടി എന്തു ചെയ്തു എന്ന്? ഉമയ്യത്തിന്റെ ചാട്ടവാറുകൊണ്ട് ബിലാലേറ്റ പ്രഹരങ്ങൾ, അത് പഠിച്ചവരെ, അറിഞ്ഞവരെ റബ്ബ് ചോദിക്കുകയാണ്, തൗഹീദിന് വേണ്ടി നീ എന്തു ചെയ്തു? എന്ത് നമ്മൾ പറയും? ഖബ്ബാബിന്റെയും ഹുബൈബിന്റെയും അമ്മാറിന്റെയും യാസർ കുടുംബത്തിന്റെയും ത്യാഗങ്ങളുടെ ചരിത്രങ്ങൾ ഖുതുബകളിലൂടെ കേട്ടവരെ, ഒരു കുടുംബം ഒന്നിച്ച് പീഡിപ്പിക്കപ്പെടുന്ന ത്യാഗത്തിന്റെ അനുഭവങ്ങൾ ഖുതുബകളിലൂടെ മനസ്സിലാക്കിയവരെ, ഫകൈഫ അമിൽത, ആ തൗഹീദിന് വേണ്ടി എന്ത് ചെയ്തു? നമ്മൾ എന്ത് ചെയ്തു? ഈ ഭൂമി, ഈ സൂര്യൻ, ഈ ചന്ദ്രൻ, ഞാനും നിങ്ങളും എല്ലാം തൗഹീദിനാണ്. അള്ളാഹുവിനെ ആരാധിക്കുക, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന ആദർശത്തിനാണ്. അതെത്ര ആളുകളോട് പറഞ്ഞു? അത് എത്ര കുടുംബങ്ങളിൽ നമ്മൾ എത്തിച്ചു? എത്ര മനുഷ്യരിലേക്ക് ആ തൗഹീദ് നമ്മൾ കൈമാറി? സഹോദര, ഖിയാമത്ത് നാളിൽ ചോദ്യമുണ്ട്, പരലോകത്ത് ചോദ്യമുണ്ട്. നമുക്ക് അല്ലാഹു നൽകിയ ആയുസിൽ എത്ര മനുഷ്യർക്ക് തൗഹീദ് എത്തിച്ചു എന്ന ചോദ്യം നമ്മളോടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഒരു പേടി നമുക്ക് വേണം. നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം, നമ്മുടെ വിശ്വാസത്തിൽ പ്രശ്നങ്ങളുണ്ടോ? കാപട്യം വരുന്നുണ്ടോ? മഹാനായ ഹസൻ റളിയല്ലാഹു തആല പറഞ്ഞു, മാ ഖാഫ നിഫാഖ് ഇല്ലാ മുഅ്മിൻ. മുഅ്മിനാണോ മുനാഫിക്കാണോ എന്ന പേടി ഉണ്ടാകും. മുഅ്മിനിന് ആ പേടി ഉണ്ടാകും, ഞാൻ മുനാഫിക്കാണോ, നിഫാക്ക് വരുന്നുണ്ടോ? താബികളിൽപ്പെട്ട ഒരു പ്രമുഖൻ 30ഓളം സ്വഹാബികളെ കണ്ടു. കുല്ലുഹും യഖാഫു അനി നിഫാഖ്. എല്ലാവരും നിഫാക്കിനെ പേടിച്ചിട്ടുണ്ട്. അവരിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, പടച്ചോനെ, മുഅ്മിനാണോ, ഈമാൻ കുറയുന്നുണ്ടോ, കാപട്യുണ്ടോ? അതിൽ ഉമർ ഇബ്നുൽ ഖത്താബ് ഉണ്ട്, അതിൽ റസൂലുള്ളാഹിയുടെ പ്രമുഖരായ സ്വഹാബാക്കളുണ്ട്. മഹാനായ ഹസൻ റളിയല്ലാഹു തആല പറയുകയാണ്, വല അമിനഹു ഇല്ലാ മുനാഫിഖ്. അങ്ങനെ ഒരു പേടിയൊന്നുമില്ലാത്തവൻ അവനാണ് മുനാഫിഖ്. ആ ഒരു പേടിയില്ലാത്തവൻ, ഞാനൊക്കെ മുഅ്മിനാണ്, ഞാനല്ലാതെ ആരാ മുഅ്മിൻ?
ഞാനല്ലാതെ ആരാണ് വിശ്വാസി? നമ്മൾ 1-ാം നമ്പർ മുസ്ലിമാണ്, നമ്മൾ 1-ാം നമ്പർ മുഅ്മിനാണ് എന്ന ഉറപ്പുണ്ടല്ലോ, ആ ഉറപ്പിനെ പേടിക്കണം. അതാണ് കാപട്യം. നിഫാക്കിനെ പേടിക്കണം. റമദാനിൽ കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം. നമ്മുടെ അമലുകളെ കുറിച്ച് ചിന്തിക്കണം. നരകത്തെ തൊട്ട് അള്ളാഹുവിനോട് കാവലിനെ ചോദിച്ച് കരയണം. നമ്മുടെ വിശ്വാസം നമ്മളൊന്ന് ശരിപ്പെടുത്തണം. അങ്ങനെ റബ്ബിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നുണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ റമദാനിൽ നരകമോചനം നമ്മൾ നേടിയെടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലാ യലിജുന്നാർ റജുലുൻ ബകാ മിൻ ഖശിയത്തില്ല. അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ കണ്ണ്, ആ ഒരു കണ്ണിനെ, അങ്ങനെ ഒരു മനുഷ്യനെ നരകം സ്പർശിക്കുകയില്ല. ഈ റമദാനിൽ ഒരിക്കലെങ്കിലും റബ്ബിനെ ഓർത്ത് നമ്മുടെ കണ്ണുകൾ നനയണം. അങ്ങനെ റബ്ബിനെ ഓർക്കുന്ന ചില നിമിഷങ്ങൾ നമുക്കുണ്ടാകണം. നമ്മുടെ മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മളും ഒരു മുസല്ലയിൽ സുജൂദിൽ കിടന്ന് ഞാനും എൻ്റെ റബ്ബും ഒറ്റക്കാകുന്ന, റബ്ബിന്റെ മുന്നിൽ കണ്ണ് നനക്കുന്ന ഒരു നിമിഷം നേടിയെടുക്കാൻ സാധിച്ചാൽ, പ്രിയമുള്ളവരെ, നരകമോചനം നമുക്ക് നേടിയെടുക്കാം. റബ്ബിന്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു, ലാ യജ്തമിഉ ഗുബാറുൻ ഫീ സബീലില്ലാഹ് വദുഖാനു ജഹന്നം. ജഹന്നമിന്റെ ദുഖാൻ, നരകത്തിന്റെ പുകയും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പൊടിയും കൂടിക്കലരുകയില്ല. പടച്ചോന്റെ മാർഗത്തിൽ പൊടി പുരണ്ടാൽ, ദീനീ മാർഗത്തിൽ നമുക്ക് ത്യാഗം ചെയ്യേണ്ടി വന്നാൽ, പൊടി പുരളേണ്ട അവസ്ഥകൾ ഉണ്ടായാൽ, നരകത്തിന്റെ പുക അവനെ സ്പർശിക്കുകയില്ല. ദീനീ മാർഗത്തിൽ സമയം കൊടുത്തോളി, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി തിരിച്ചോളി, നരകമോചനം റബ്ബ് നൽകും. പെരുമാറ്റം നന്നാക്കുക. കുല്ല ഖരീബിൻ ഹയ്യിനിൻ ലയ്യിനിൻ സഹലിൻ. നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന വിഭാഗമാണ് സ്നേഹത്തോടെ മൃദുലമായി പെരുമാറുന്നവർ. ഭാര്യയോട്, മക്കളോട്, ആദർശ സുഹൃത്തുക്കളോട്, കുടുംബക്കാരോട്, അറിയുന്നവരോട്, അറിയാത്തവരോട്, എല്ലാവരോടും സ്നേഹമാണ്. സംസാരം സൗമ്യമാണ്, ആകർഷിക്കുന്നതാണ്. ആരോടും പിണക്കങ്ങളില്ല, ആരോടും പ്രയാസങ്ങളില്ല. അങ്ങനെ മാതൃകാ യോഗ്യമായ ഒരു സ്വഭാവം നേടിയെടുത്താൽ, അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിയോട് ചോദിക്കുകയാണ്, നബിയെ, ഏറ്റവും ഇഷ്ടം ആരെയാണ്? എന്തേ കാരണം? അദ്ദേഹം കരുതിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു നേരം ഒന്ന് സംസാരിച്ചപ്പോ ലോകത്ത് ഏറ്റവും അധികം അള്ളാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെടുന്നത് അംർ ബിൻ ആസിനെയാണെന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു നേരം ഒന്ന് ഇടപഴകിയപ്പോ അംർ ബിൻ ആസ് കരുതിയത് ലോകത്ത് ഏറ്റവും അധികം പ്രവാചകൻ സ്നേഹിക്കുന്നത് അംറിനെയാണ്. അത് നബിയുടെ ചുണ്ടെന്ന് കേൾക്കണം. അതിനാണ് ചോദിച്ചത്, നബിയെ, ഏറ്റവും ഇഷ്ടം ആരെയാണ്? റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷയാണ്. എന്നാൽ 2-ാം സ്ഥാനം ഉണ്ടായിരിക്കും, 2 അംറിനാണ്. മിന റിജാൽ, നബിയെ, പുരുഷന്മാരിൽ ആരെയാണ്? അബൂബക്കർ സിദ്ദീഖാണ്. എന്നാ 3-ാം സ്ഥാനം ഉണ്ടാകും. സുമ്മമൻ, പിന്നെ ആരെയാണ്? 3 പറഞ്ഞു, 4 പറഞ്ഞു, 5 പറഞ്ഞു, അവസാനം നിർത്തി. ഒരുപക്ഷെ അവസാനമായിരിക്കുമോ അംറിന്റെ പേര് പറയുക എന്ന് കരുതി. നോക്കൂ റസൂലുള്ളാഹിയുടെ പെരുമാറ്റം. ഒരാളോട് സംസാരിച്ചാൽ അയാൾ കരുതുന്നത് ലോകത്ത് പ്രവാചകൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് തന്നെയാണെന്നാണ്. അത്ര സ്നേഹം, അത്ര സൗമ്യം, അത്ര മൃദുലം, അതാണ് ഒരു മുസ്ലിമിന്റെ സ്വഭാവം. അങ്ങനെ ജനങ്ങളെ അടുപ്പിക്കുന്ന, ജനങ്ങളോട് പുഞ്ചിരിക്കുന്ന, ജനങ്ങളോട് ഏറ്റവും മാന്യമായി പെരുമാറുന്ന ഒരു സ്വഭാവം നേടിയെടുത്താൽ നരകത്തിൽ നിന്നുള്ള മോചനം നേടാം. നരകത്തിൽ നിന്ന് കാവലിനെ ചോദിക്കണം. നരകത്തിൽ നിന്ന് കാവലിനെ ചോദിച്ചാൽ നരകത്തിൽ നിന്നുള്ള മോചനം നേടാം. റമദാനിൽ ഏറ്റവും അധികം നമ്മൾ ചോദിക്കേണ്ട ഒന്ന് അഫ്വാൻ, മറ്റൊന്ന് നരകമോചനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനിസ്തജാറ മിനന്നാരി സലാസ മർറാത്തിൻ. 3 തവണ ആരെങ്കിലും നരകത്തെ തൊട്ട് മോചനം തേടിയാൽ, നരകത്തെ തൊട്ട് കാവലിനെ ചോദിച്ചാൽ, 3 തവണ ചോദിച്ചാൽ, ഖാലത്തിന്നാർ, നരകം പറയും, അല്ലാഹുമ്മ
അജിർഹു മിനന്നാർ, അല്ലാഹുവേ ആ മനുഷ്യനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. ആ നരകത്തിൽ നിന്ന് കാവലിനെ ചോദിക്കുന്ന ആ അടിമയെ റബ്ബേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് നരകം റബ്ബിനോട് ചോദിക്കും. നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ ഓടല്ല, തറാവി കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് ഓടല്ല, കുറച്ചു നേരം പള്ളിയിലൊന്നിരിക്കണം, റബ്ബിനോട് നരകത്തിനെ തൊട്ട് കാവലിനെ ചോദിക്കണം. മുസല്ലയിൽ നമ്മളൊന്ന് ഒറ്റക്കാകണം, നരകത്തെ തൊട്ട് കാവലിനെ ചോദിക്കണം. അത്തായം കഴിഞ്ഞ് ബാക്കിയുള്ള സമയത്ത് അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് റബ്ബിനോട് ചോദിക്കണം. സുജൂദിൽ കിടന്ന് നമ്മൾ ചോദിക്കണം, നരകത്തെ തൊട്ട് കാവലിനെ ചോദിക്കണം. അങ്ങനെ ഈ പരിശുദ്ധ റമളാനിൽ നരകത്തിൽ നിന്നും വിദൂരങ്ങളിലേക്ക് എത്തുന്ന, ആകാശഭൂമികളെക്കാൾ അകലത്തിൽ നമ്മളും നരകവും തമ്മിലുള്ള വ്യത്യാസമുണ്ടാകണം. അത് നേടിയെടുക്കാൻ ഈ റമളാനിൽ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.